അമ്മയിൽ അൻസിബ നേരിട്ട ഒരു വംശീയ അധിക്ഷേപം അത് ഒരു പരിധിവരെ എല്ലാ മേഖലകളിലും ഉണ്ടാവുന്ന ഒരു പൊതു പ്രശ്നമല്ലേ അത്. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ ഈ ജാതീയമായി അധിക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നിയമനിർമ്മാണം വന്നപ്പോൾ അത് കുറെയൊക്കെ ഒന്ന് ഒതുങ്ങി. എന്നാൽ ഇതൊരു മുസ്ലിം ജനതയെ വളരെ സിമ്പിളായി താഴ്ത്തിക്കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ജിഹാദി, തീവ്രവാദി എന്നുള്ള വാക്കുകളൊക്കെ. അപ്പൊ ഈ മുസ്ലിങ്ങൾക്കെതിരെ ഉള്ള ഒരു ഈ വംശീയമായിട്ടുള്ളൊരു അധിക്ഷേപം അത് നോർമലൈസ് ചെയ്യപ്പെടുന്നതായിട്ട് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താ തോന്നുന്നു? തീർച്ചയായിട്ടും നമ്മുടെ കേരളീയ സമൂഹം വളരെ അഡ്വാൻസ്ഡ് ആണ്, അല്ലെങ്കിൽ വളരെ പുരോഗതി പ്രാപിച്ചവരാണെന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ സാംസ്കാരിക രംഗത്ത് ബാക്കിയുള്ള എല്ലാ മേഖലയിലും ഉണ്ട്, സാംസ്കാരിക മേഖലയിൽ വളരെ മോശമായ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ അൻസിബയുടെ വിഷയം അടക്കമുള്ളവ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ KN കുഞ്ഞഹമ്മദ് എന്ന് പറയുന്ന KN മാഷ്ക്കെതിരെ വളരെ മോശമായിട്ട് അവരുടെ, അതായത് പുരോഗമന കലാസാഹിത്യ സംഘത്തിനകത്ത് നിന്ന് അദ്ദേഹം ആ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും നേതൃനിരയിലുള്ളൊരു ആളാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഒരു ഡിവൈഎഫ്ഐയുടെ ഒരു പരിപാടിയിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് അതിന്റെ അകത്ത് ആ ഗ്രൂപ്പിനകത്ത് ആ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, അത് CPM-ന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അടക്കമുള്ള പലരും ഉള്ള ഒരു ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പിനകത്ത് വന്നത് ഇവനെ പോലെയുള്ളവർക്ക് നമ്മൾ വേദി ഒരുക്കി കൊടുക്കേണ്ടതുണ്ടോ, ഇവനൊക്കെ തിരിഞ്ഞു കുത്തും എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഇദ്ദേഹം മുസ്ലിം ആയതുകൊണ്ട് തിരിഞ്ഞു കുത്തും എന്നുള്ള രീതിയിലുള്ള വളരെ മോശമായിട്ടൊരു പ്രയോഗം CPM-നെ പോലെ, അതുപോലെ പുരോഗമന കലാസാഹിത്യ സംഘത്തെ പോലെ കേരളത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നവർ സാംസ്കാരിക രംഗത്ത് മുന്നിൽ നിൽക്കുന്നവർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്തു നിന്നാണ് ആ രീതിയിൽ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആക്രമണം വരുന്നത്. അപ്പോ അത്രയ്ക്ക് അതിൽ കൂടുതൽ ആ കാര്യത്തിൽ വിശദീകരിക്കേണ്ടെന്ന് തോന്നുന്നു. കാരണം അത്ര അധികം. അതുപോലെ ഡോക്ടർ PK പോക്കർ മാഷയുടെ ഒരു പുസ്തകം അടുത്ത കാലത്ത് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് എരിക്കിൻ തീ എന്നാണ്, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. ആ ആത്മകഥയിലുടനീളം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം ഫിലോസഫിയുടെ പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തൊരു മനുഷ്യനാണ്. അതുപോലെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടറായിട്ട് ഇരുന്ന ഒരാളാണ്. ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ പോയി ഫിലോസഫിയുടെ വലിയ കോൺഫറൻസുകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തെ പോലും പറയുന്നത്, അദ്ദേഹം യൂണിവേഴ്സിറ്റിയിൽ ജോലിക്ക് കയറിയതും അതുപോലെ അദ്ദേഹം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറിയതൊക്കെ അദ്ദേഹത്തിന്റെ അദ്ദേഹം CPM ആയതുകൊണ്ട്, അദ്ദേഹം അതുപോലെ മുസ്ലിം ആയതുകൊണ്ട് വന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതേപോലെ ധാരാളം വിഷയങ്ങളുണ്ട്. കാരണം ഇസ്ലാമോഫോബിയ അതിന്റെ ലോകത്താകമാനം അത് വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലും അത് നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ നമുക്കറിയാം, കേരളം എത്രയൊക്കെ പുരോഗമിച്ചു അല്ലെങ്കിൽ മുന്നോട്ട് പോയി എന്ന് പറയുമ്പോഴും കേരളത്തിന്റെ സകലമാന രംഗങ്ങളിലും ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ വസ്ത്രത്തിന്റെ പേരില് ഇപ്പൊ അടുത്ത ദിവസം MN കാരശ്ശേരിയെ പോലത്തെ ഒരു മനുഷ്യൻ മുസ്ലിം സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രത്തെ കുറിച്ചിട്ട് പറയുകയുണ്ടായി. കണ്ണു മാത്രം പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള വസ്ത്രധാരണത്തോട് ഞാൻ എതിരാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന കണ്ടു. ആ പ്രസ്താവനയ്ക്കെതിരെ ധാരാളം പേര് അതിനെ അനുകൂലിച്ചുകൊണ്ടും ഒക്കെ പറയുകയുണ്ടായി. വസ്ത്രം എന്നുള്ളത് ഒരാളുടെ തീരുമാനമാണ്. എനിക്കിപ്പോ ഞാൻ ഒരൊറ്റ ഉദാഹരണം പറഞ്ഞു തരാം, എൻ്റെ ഒരു എക്സ്പീരിയൻസ്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള മാധ്യമപ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടി, അവളുടെ മുടി നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ ഞാൻ അങ്ങനെ പറയും, എന്തിനാടാ തട്ടിട്ട് നീ മുടി മറയ്ക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവള് പറയാറുണ്ട്, അന്നൊക്കെ ഞാനൊക്കെ ഷോളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സമയമാണ്, ചില ഡ്രസ്സിനൊക്കെ ഷോൾ ഇടും. അതേതൊരു ഡ്രസ്സിന് ഷോൾ ഇട്ടൊരു ദിവസം അപ്പൊ എന്നോട് ചോദിച്ചു, ചേച്ചിയോട് ഇപ്പൊ ഈ ഡ്രസ്സിന് ചേച്ചി ഷോൾ ഇടണ്ട എന്ന് പറയുമ്പോൾ ചേച്ചിക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ, ഇതേ വികാരമാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ തലമുറ. അപ്പൊ മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്, മനുഷ്യനെ എങ്ങനെയാണ് ഏത് വസ്ത്രം ധരിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നൊരു അവകാശമാണ്. അതുപോലെ ഭക്ഷണം, പല രംഗത്തും ഞാൻ അതാ പറഞ്ഞ കുഴിമന്തി എന്ന് പറയുന്ന വാക്ക് ദിവസങ്ങളോളം ചർച്ച ചെയ്ത ഒരിടാണ് കേരളം. നമ്മൾ മനസ്സിലാക്കണം, സാംസ്കാരിക രംഗത്തുള്ള ആൾക്കാര് കുഴിമന്തി എന്നുള്ള വാക്ക് അശ്ലീലാണ് അത്രേ. അപ്പൊ അതുകൊണ്ട് ആ ഭക്ഷണ സാധനത്തിന് വേറെ പേര് കൊടുക്കണം എന്നാണ് പറയണത്. അപ്പൊ അത്രയ്ക്കും മോശം. ഇതൊക്കെ നമ്മള് ചെറിയ ആൾക്കാരൊന്നും അല്ല ഇതൊന്നും ചർച്ച ചെയ്യുന്നത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഈ സാംസ്കാരിക പ്രവർത്തകരൊക്കെയാണ് കുഴിമന്തി ചർച്ച ചെയ്യുന്നത് ദിവസങ്ങളോളം.
വാക്കുകളിലുള്ള ഇസ്ലാമോഫോബിയ, ഭക്ഷണത്തോടുള്ള ഇസ്ലാമോഫോബിയ, വസ്ത്രത്തോട്, സകല എല്ലാ രംഗങ്ങളിലും ഇത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ മലപ്പുറം ജില്ല എന്തൊരു വാർത്തയാണെങ്കിലും നമുക്കറിയാം, നമ്മുടെ മാധ്യമങ്ങളിൽ ഒരു വാർത്ത വരുമ്പോൾ മറ്റു ജില്ലകളിലൊന്നും അങ്ങനെ പറഞ്ഞോളുന്നില്ല. അപ്പോ മലപ്പുറത്തുള്ള ഒരാള് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അപ്പൊ അത് മലപ്പുറംകാരനായ എന്ന് പ്രത്യേകം പറയും. നേരെ മറിച്ച് പത്തനംതിട്ടക്കാരനായ എന്നൊന്നും പറയാറില്ല. പത്തനംതിട്ടക്കാരനായ അല്ലെങ്കിൽ പാലക്കാടുകാരനായ എന്നൊന്നും പറയാറില്ല. അത് വളരെ റെയറായിട്ട് പേര് മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകത. ഇപ്പൊ മലപ്പുറം ജില്ലയെ അങ്ങനെ ചെയ്യാം. അങ്ങനെ എല്ലാ മേഖലകളിലും അത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇസ്ലാമോഫോബിയ നിലനിൽക്കുന്നു. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാം. അപ്പൊ മറുവാക്ക് എന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യുന്നൊരു മാഗസിൻ ഉണ്ട്. ആ മാഗസിനകത്ത് ഇസ്ലാമോഫോബിയ എന്നുള്ളൊരു കോളം, ഞങ്ങൾ 1.5 വർഷത്തോളം ഒരു കോളം ഞങ്ങൾ ആദ്യമായിട്ട് മലയാളത്തിലൊരു മാധ്യമത്തില്, ഒരു മലയാള മാധ്യമത്തില്, ഒരു ആനുകാലികത്തില് ഇസ്ലാമോഫോബിയ കോളം വരുന്നത് മറുവാക്കിലാണ്. അപ്പൊ ആ ഒരു കോളം ഞങ്ങൾ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് തന്നെ മറുവാക്കിന് ധാരാളം പേര് മറുവാക്കിന് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരുപാട് ആൾക്കാർ മറുവാക്കിന്റെ ശത്രുതയിലേക്ക് പോകുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എല്ലാ മേഖലയിലും ഇത് നിലനിൽക്കുന്നു. അൻസിബയുടെ വിഷയവും അതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ കാണുന്നത്. കൂടെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, തേജസ്സിൽ ഞാൻ ജോയിൻ ചെയ്ത്, തേജസ് എന്ന് പറയുന്ന ഒരു പത്രം കേരളത്തിൽ ഉണ്ടായിരുന്നു. ആ പത്രത്തിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. ആ പത്രത്തിൽ ജോലി അതുവരെ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു, ഇസ്ലാമോഫോബിയ. പക്ഷെ അതിന്റെ അക്ഷരാർത്ഥത്തിൽ നമ്മളത് തിരിച്ചറിയാൻ തുടങ്ങുന്നത് തേജസ് എന്ന് പറയുന്ന ഒരു പത്രത്തിൽ ജോലിക്ക് ചെല്ലുന്നതോടു കൂടിയാണ്. അവിടെ നിന്നാണ് ഇതിന്റെ അവര് എന്താണ് ശരിക്കും പറഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്താണ് ഇന്ത്യയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നത് ആ സമയത്താണ്. അവിടെ ചെന്നിട്ട് അവിടുന്ന് തുടർച്ചയുള്ള, മാത്രമല്ല നമ്മളൊക്കെ അതിന് ബാക്കികളാണ്. കാരണം കൈവെട്ടുകാരുടെ പത്രത്തിൽ ജോലി ചെയ്യുന്നു, അതുപോലെ എന്താ പറയാ പിന്തിരിപ്പന്മാരുടെ പത്രം ജോലി ചെയ്യുന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അനുഭവങ്ങൾ അങ്ങനെയല്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇസ്ലാമോഫോബിയ ഇപ്പോ നമുക്കറിയാം, ഈ SC/ST അട്രോസിറ്റീസ് ആക്ട് നിലവിലുണ്ട് കേരളത്തിലല്ല ഇന്ത്യയിൽ മൊത്തം നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അത്തരം ഒരു നിയമം ഇസ്ലാമോഫോബിയക്കെതിരെയും ഈ അട്രോസിറ്റീസ് ആക്ട് കൊണ്ടുവരണം. നോക്കിലും വാക്കിലും ആ രീതിയിൽ ഈ മതസമൂഹത്തെ അല്ലെങ്കിൽ ഈ മതവിഭാഗത്തിലുള്ള ആൾക്കാരെ എതിരായിട്ടുള്ള ആക്രമണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിനെതിരെ ഒരു നിയമം കൊണ്ടുവരിക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ കേരളത്തില് ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോഫോബിയക്കെതിരെ നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യര് വളരെ ശക്തമായി ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു കാര്യം അതാണ്. ഇസ്ലാമോഫോബിയക്കെതിരെയും ഈ SC/ST ആക്ട് പ്രകാരമുള്ള, അല്ലെങ്കിൽ അതേപോലെ SC/ST ആക്ടിന്റെ പോലത്തെ ഒരു സാധനം ഇസ്ലാമോഫോബിയക്കെതിരെ നിയമനിർമ്മാണം നടത്തേണ്ടതുണ്ട്. ആ രീതിയിൽ നോക്കിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ഈ മതവിഭാഗത്തെ, മുസ്ലിം മതസമൂഹത്തെ ആക്രമിക്കുമ്പോൾ അവർക്കെതിരെ നിയമ നടപടി കൊണ്ടുവരിക എന്നുള്ളത് അനിവാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിയമനിർമ്മാണം ശരിക്ക് സ്വാഭാവികമായിട്ടും കൊണ്ടുവരേണ്ടതുണ്ട്. അൻസബയെ പോലെയുള്ള ഒരാൾ കേസ് കൊടുക്കാതെ തന്നെ, അപ്പൊ ഒരു SC/STക്കെതിരായിട്ട് ഒരു ആക്രമണം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് കേസ് അല്ലാതെ തന്നെ പരാതി കൊടുത്തില്ലെങ്കിൽ പോലും കേസെടുക്കാനുള്ള നിയമം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമോഫോബിയ നേരിടേണ്ടി വരുന്നവർ ഒട്ടും പ്രയാസമില്ലാതെ തന്നെ അവർക്കത് അവർ നേരിടുന്ന ആക്രമണം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുകയും ചെയ്യേണ്ടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങൾ, ഇപ്പോ പൊതുസമൂഹം ഇത് തിരിച്ചറിയുന്ന പോലുമില്ല. ഇതൊരു ആക്രമണമാണ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ധാരാളം വാക്കുകൾ മലയാളത്തിൽ നിന്ന് ഒരുപാട് വാക്കുകൾ മാറ്റപ്പെട്ടപ്പോ ട്രാൻസ്ജെൻഡേഴ്സിനെതിരെ ഉപയോഗിച്ചിരുന്ന പല വളരെ മോശമായിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന അതൊക്കെ എല്ലാം മാറ്റപ്പെട്ടിട്ടുണ്ട്. അതുപോലെ പല വാക്കുകളും മലയാളത്തിൽ നിന്ന് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ രീതിയിൽ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇസ്ലാമോഫോബിയക്കെതിരെ തിരിച്ചറിയ പോലും ചെയ്യാതെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ ആണ് ഇതിന്റെ മുകളിൽ ഹരിക്കപ്പെടുന്നത്. തീർച്ചയായിട്ടും ജനാധിപത്യപരമായിട്ട് ഒരു ജനാധിപത്യ സമൂഹത്തില് നിയമപരമായി തന്നെ ഇസ്ലാമോഫോബിയെ നേരിടേണ്ടതുണ്ട്. അത് മറ്റു രീതിയിലുള്ള മറ്റു രീതിയിൽ അത് ചെയ്യേണ്ടതുണ്ട്. പ്രചാരണം നടത്തിയിട്ടും അല്ലെങ്കിൽ ബോധവൽക്കരണം നടത്തിയിട്ടും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നിയമപരമായിട്ട് കൂടി ഇസ്ലാമോഫോബിയെ നേരിടേണ്ട ഒരു സമൂഹമാണ് തീർച്ചയായിട്ടും കേരളം.
ഈ നോർത്തിലൊക്കെ കുറച്ച് വംശീയമായിട്ടുള്ളതും ജാതീയമായിട്ടുള്ളതും ഒരു വിവേചനമൊക്കെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെങ്കിലും കേരളത്തിൽ അത്ര തന്നെ ഇല്ല എന്നാണ് പല ആളുകളും പറയുന്നത്. പക്ഷെ കേരളത്തിലും ഈ ജാതിയും ഈ വംശവും ഈ എല്ലാം ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ, അല്ലെങ്കിൽ ഒരു പിടി മുകളിലായിട്ട് തന്നെ നിലനിൽക്കുന്നില്ലേ ഇപ്പോഴും? തീർച്ചയായിട്ടും നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഇത് കൂടുതൽ പുറകോട്ട് പോവാണ്. നമ്മുടെ സമൂഹം കൂടുതൽ പുറകോട്ട് പോകുന്നു എന്നുള്ള വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഉപേക്ഷിച്ചിട്ടുള്ള പല കാര്യങ്ങളും തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇപ്പൊ ഏത് വരയ്ക്ക് ഇത് പോകുമെന്ന് അറിയില്ല. നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു ദലിതന് തന്ത്രിയാവാനോ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ പോയിട്ട്, നമുക്കറിയാം ഇരിഞ്ഞാലക്കുട ക്ഷേത്രത്തില് അവിടെ കഴകം ജോലി ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ള ഒരു വ്യക്തി കഷ്ടപ്പെട്ട അവസാനം അദ്ദേഹം ജോലി റിസൈൻ ചെയ്ത് പോയി. രണ്ടാമത് ജോലി ഇപ്പൊ വേറൊരാൾ വന്നിട്ടുണ്ട്. പക്ഷെ അവരും വലിയ തോതിലുള്ള ആക്രമണത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ പിന്നെ നിയമമൊന്നും ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ സമൂഹം ഒരുപാട് പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ജാതി ഇപ്പൊ കേരളത്തിലൊക്കെ ഇപ്പൊ എന്ത് വിഷയം വന്നാലും വലിയ പ്രതിഷേധങ്ങള് ഉയർന്നു വരാറുണ്ട്. പല പ്രശ്നങ്ങളിലും വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരാറുണ്ട്. പക്ഷെ നമുക്കറിയാം ഇപ്പൊ ഗീതാനന്ദൻ മാഷ് ജയിലിൽ കിടക്കുന്നു. ഇപ്പൊ മുത്തങ്ങ സമരത്തിന്റെ ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാല് കേരളത്തില് ദലിത് ആദിവാസി വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വലിയ തോതില് ജീവിതം മുഴുവൻ നീക്കിവെച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് ഗീതാനന്ദൻ മാഷ്. ഇപ്പൊ ഗീതാനന്ദൻ മാഷ് ജയിലിൽ പോകുമ്പോ ഒരു പ്രതിഷേധം പോലും കേരളത്തിൽ നിന്ന് ഉയർന്നു വരുന്നില്ല. അതൊരു വംശീയ ഇതിന്റെ ഭാഗം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. കേരളീയ സമൂഹം എന്തൊക്കെ പുരോഗതി പറയുമ്പോഴും അങ്ങേയറ്റം വംശീയമായിട്ട് ദലിത് ആദിവാസി വിഭാഗങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സ്വഭാവം, അത് ഞങ്ങളുടെ പ്രശ്നമല്ല എന്നുള്ള ഒരു പൊതുസമൂഹത്തിന്റെ ഒരു സ്വഭാവമാണിത്. അതുപോലെ ഒരു ഹർത്താൽ, നമുക്കറിയാം നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു ദലിത് വിദ്യാർത്ഥി കൊല ചെയ്യപ്പെട്ട സമയത്ത് നടന്നിട്ടുള്ള ഒരു ഹർത്താൽ. ആ ഹർത്താലിനോട് എങ്ങനെയായിരുന്നു കേരളീയ പൊതുസമൂഹം, മാധ്യമങ്ങൾ എത്ര മോശമായിട്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ആ ഒരു വിഷയം കൈകാര്യം ചെയ്തതെന്ന് നമുക്കറിയാം. ഒരു രോഗിയെ ആശുപത്രി കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വാസ്തവത്തിൽ അവിടെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. ഇതിങ്ങനെ ഒരു രോഗിയാണ് എന്നുള്ള അറിഞ്ഞ നിമിഷം തന്നെ അദ്ദേഹത്തെ അതിന് ആശുപത്രിയിലേക്ക് അയക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ വലിയ വാർത്തകളായിരുന്നു, എല്ലാ മാധ്യമങ്ങളും വെച്ചലക്കിയ ഒരു വാർത്തയായിരുന്നു. ക്യാൻസർ രോഗിയെ തടഞ്ഞു എന്നുള്ള രീതിയിൽ. വാസ്തവത്തിൽ അത് അങ്ങനെയല്ല അവിടെ സംഭവിച്ചത്, അങ്ങനെയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ മാധ്യമങ്ങൾ അങ്ങനെയല്ല അതിനെ വളച്ചൊടിച്ചത് എന്നുള്ളതാണ്. അതുപോലെ ഇപ്പൊ സ്ത്രീകൾക്കെതിരായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ, ഞാൻ പോകുന്നില്ല, സ്ത്രീകളുടെ വിഷയങ്ങൾ ധാരാളം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ അല്ല, സ്ത്രീകളുടെ പ്രശ്നം നമുക്കറിയാം. സ്ത്രീകളുടെ ഈ ഇപ്പോ കേരളീയ സമൂഹത്തില് സ്ത്രീകള് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം, അൻസിബയുടെ പ്രശ്നം ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പ്രശ്നം കൂടിയാണ്, ഒരു സ്ത്രീയുടെ പ്രശ്നം കൂടിയാണ്. അപ്പോ ആ രീതിയിലുള്ള ഒരു ഇടപെടൽ, ലൈംഗിക അതിക്രമങ്ങൾക്ക് വിധേയമാവുന്ന സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കാൻ പോലും കഴിയാത്തൊരിടാണ് കേരളം. അത് ഇപ്പൊ കുട്ടികൾ നമ്മളൊരു സാംസ്കാരികത്തൊക്കെ പറയുന്ന സമയത്തും കഴിഞ്ഞ ദിവസം വന്നൊരു റിപ്പോർട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഇപ്പോ കുട്ടികൾ കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ പിന്നെ അതായത് ഈ അവര് ലൈംഗികാതിക്രമത്തിന് വിധേയമായിട്ടുള്ളത് കൂടുതലും ബന്ധുക്കളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നുമാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എന്താണ്, എവിടേക്കാണ് മലയാളി സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. വളരെ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാൽ മുന്നോട്ടല്ല നമ്മുടെ കേരളീയ സമൂഹം, മുന്നോട്ടല്ല പോണത്, പുറകോട്ടാണ് എന്ന്. കൂടുതൽ സൗകര്യങ്ങൾ, വിദ്യാഭ്യാസ സൗകര്യങ്ങള്, സാധ്യതകള്, അല്ലെങ്കിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലോകം മുന്നോട്ട് പോകുമ്പോഴും കേരളീയ സമൂഹം അല്ലെങ്കിൽ ഇന്ത്യ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു പരിധി വരെ വിദ്യാഭ്യാസത്തിന് വലിയൊരു പങ്കുണ്ട് ഇക്കാര്യത്തില്. നമ്മളത് മറന്നുകൂടാം എന്നാണ്. കുട്ടികളെ തന്റെ ഇടമുള്ള വ്യക്തികളാക്കി, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും തന്റെ ഇടമുള്ള വ്യക്തികളാക്കി വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ സ്കൂളുകളിൽ നിന്ന് നടക്കുന്നില്ല. നമ്മുടെ പാഠ്യപദ്ധതിയിൽ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ രീതിയിൽ പ്രശ്നങ്ങളുണ്ട്, സംവിധാനങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയാണ് വ്യക്തിത്വമുള്ളവരായിട്ട് കുട്ടികൾ വളർന്നു വരാതിരിക്കുക, അല്ലെങ്കിൽ കുട്ടികൾക്ക് അതിനുള്ളൊരു സാധ്യത ഒരുക്കാതിരിക്കുന്നു എന്നുള്ളത്. ഇത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ സമൂഹത്തിന്റെ ഇത്ര അധികം നമ്മൾ പുറകോട്ട് പോകുന്നതിനുള്ള ഒരു പ്രധാന കാരണമായിട്ട് വിദ്യാഭ്യാസ രീതി, വിദ്യാഭ്യാസ രംഗമൊക്കെ അതിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും.
ഈ ഇസ്ലാമോഫോബിയ എന്നുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു പദപ്രയോഗം ഈ അടുത്ത കാലങ്ങളിലായിട്ടാണ് മലയാളികൾ കേട്ടു തുടങ്ങിയത്. പക്ഷെ അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നതിൽ ഈ കുറെ സ്വതന്ത്ര ചിന്തകരുടെയും അല്ലെങ്കിൽ യുക്തിവാദി സംഘടനകൾ അങ്ങനെയുള്ള കുറെ സംഘടനകൾക്ക് ഒരു വലിയൊരു പങ്കില്ലേ അത്തരത്തിലൊരു? തീർച്ചയായിട്ടും അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഈ ഇതില് ഇത് രാഷ്ട്രീയമായിട്ടുള്ളതൊരു ഒരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. മുസ്ലിം സംഘാടനത്തിനെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു വികാരം ഒരു കേരളീയ പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോ ഇവിടെ വർഗീയത എന്ന് പറയുമ്പോൾ അതൊരു സമീകരണത്തിലേക്ക് കൊണ്ടുപോവാണ് സാധാരണയായിട്ട്. അത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. ഇപ്പോ 80കളില് നമുക്കറിയാം ഷാബാനു കേസിൻ വിധിയൊക്കെ വരുന്ന ആ സമയത്ത് ആണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമോഫോബിയ കേരളത്തിൽ ഉയർന്ന. ആ വാക്ക് അന്ന് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും ഇസ്ലാം വിരുദ്ധമായിട്ടുള്ള ഇസ്ലാം സംഘാടനത്തിനെതിരായിട്ടുള്ള ഒരു നീക്കം കേരളത്തിൽ നടക്കുന്നത് വെച്ചാൽ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരേപോലെ എതിർക്കപ്പെടേണ്ട ഒന്നാണ് എന്ന് പറയുന്ന ഒരു സമീകരണ സിദ്ധാന്തം, അല്ലെങ്കിൽ ഒരു നാണയത്തിന്റെ രണ്ട് വശമാണ് ഈ രണ്ട് വർഗീയതയും എന്നുള്ള രീതിയിലുള്ള EMS അന്ന് പറയുന്ന ഒരു കാര്യം അത് ഇപ്പോഴും തുടർന്നു വരികയാണ്. ഇപ്പോഴും നമുക്കറിയാം ഇപ്പോ ഇടതുപക്ഷത്ത് നിൽക്കുന്നവരെ, അതുപോലെ യുക്തിവാദികൾ, രവിചന്ദ്രനെ പോലുള്ള യുക്തിവാദികളെയൊക്കെ നമുക്ക് രവിചന്ദ്രനൊക്കെ എന്താണ് രവീന്ദ്രൻ ശരിക്കും പറഞ്ഞാൽ യുക്തിവാദി എന്നുള്ളതിന്റെ അപ്പുറത്ത് അയാള് തീർച്ചയായിട്ടും സംഘപരിവാരത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരാള് പണം വാങ്ങി സംഘപരിവാരത്തിന് വേണ്ടി വർഗീയമായിട്ടുള്ളൊരു വിദ്വേഷം മനസ്സിൽ ആളുകളുടെ ഉള്ളിൽ കുത്തിവെൽക്കാനായിട്ട് അത് വളരെ അവർ ഒരുപാട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫണ്ട് ശരിക്കും പറഞ്ഞാൽ ഫണ്ട് ഒഴുകുന്നു എന്നുള്ളത് തന്നെയാണ് ഇത് യാഥാർത്ഥ്യം. ഇപ്പൊ കേരളീയ സമൂഹത്തില് രവിചന്ദ്രനെ പോലുള്ള ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു എന്താ പറയണ്ട വലിയ തോതിലുള്ള ഈ വിഷം വമിക്കല്, നമുക്ക് ശരിക്കും പറഞ്ഞാൽ അത് വിഷം വമിക്കുക തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആൾക്കാരിലേക്ക് മുഴുവൻ ഈ വിഷം കുത്തിവെക്കാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട്. ഒരു വലിയ കൂട്ടമാണ് ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു കൂട്ടുണ്ട്. അവര് പിന്നെ യുക്തിവാദത്തിന്റെ പേരിൽ, വാസ്തവത്തിലെ യുക്തിവാദമല്ല അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ വളരെ കേവല യുക്തിവാദം എന്നുള്ള നിലയിലേക്ക് യുക്തിവാദം ശരിക്കും പറഞ്ഞാൽ യാഥാർത്ഥ്യബോധം അല്ല, അത് അതിന്റെ അപ്പുറത്തേക്ക് കേവല യുക്തിവാദത്തിലേക്ക് പോവുകയും യാഥാർത്ഥ്യങ്ങളെ അവരെ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ രവീന്ദ്രനെ പോലെയുള്ള ആൾക്കാര് പുറത്തുവിട്ടുള്ളത്. ഞാൻ നേരത്തെ പറയുണ്ടായി ഈ ഈ സമീകരണ സിദ്ധാന്തം ഇപ്പോഴും കേരളത്തിലെ പല ഇടതുപക്ഷ ബുദ്ധിജീവികളും ഇടതുപക്ഷ പ്രവർത്തകരും ഒക്കെ ഇപ്പോഴും EMSനെ പല കാര്യങ്ങളിലും തള്ളി പറയുന്നവര് ഇപ്പോൾ പോലും EMSന്റെ ആ ഒരു എന്താ പറയാ സമീകരണ സിദ്ധാന്തത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതുണ്ടാക്കിയ പരുക്ക് ചെറുതല്ല കേരളത്തില്. അന്ന് തുടങ്ങിയതാണ് ശരിക്കും പറഞ്ഞാൽ. കേരളത്തില് മുസ്ലിം വിരുദ്ധമായിട്ടുള്ള ഒരു നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കേരളത്തിൽ ശരിക്കും പറഞ്ഞാല് ദളിത് ഇടത് ഐക്യത്തിന്റെ ഒരു ആവശ്യകത PDP പോലത്തെ ഒരു സംഘടനയുടെ സ്ഥാപിച്ചുകൊണ്ട് മദനി അബ്ദുൽ നാസർ മദനിയെ പോലുള്ള ഒരു മനുഷ്യൻ മുന്നോട്ട് വെക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളം പോലുള്ള ഒരിടത്ത് വളരെ പ്രാധാന്യമുള്ള ശ്രീനാരായണ ഗുരു ജീവിച്ചു മരിച്ചു പോയ ഒരിടത്ത്, അയ്യങ്കാളിയെ പോലുള്ള ഒരു മനുഷ്യൻ ജീവിച്ചു മരിച്ചു പോയ ഒരു സ്ഥലത്ത്, വക്കമൗലിയെ പോലെ ധാരാളം പേര്, നമ്മുടെ ഒരുപാട് നവോത്ഥാന നായകര് ജീവിച്ചു മരിച്ചു പോയൊരിടത്ത് ഈ ഇടത് ദലിത് ഐക്യത്തിന്റെ ആവശ്യം അദ്ദേഹം ഊന്നി പറഞ്ഞുകൊണ്ടാണ് PDP പോലത്തെ ഒരു സംഘടന ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കറുത്ത ടാൽക്കം പൗഡറിന്റെ കാലം വരും മക്കളെ എന്ന് പറഞ്ഞിട്ടുള്ള നീണ്ട പ്രസംഗം. ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഒരുപാട് കേട്ട ഒരാളാണ്, കാസറ്റ് വഴി നേരിട്ടും കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്ന അതായത് കറുത്ത ടാൽക്കം പൗഡറിന്റെ കാലം വരും എന്ന് പറഞ്ഞാല് കറുപ്പിനോടുള്ള വംശീയതയ്ക്ക് അറുതി വരുന്ന ഒരു കാലം വരുന്ന എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്, 90കളുടെ ആദ്യമാണ് അദ്ദേഹം അത് പറയുന്നത്. അപ്പൊ ആ കാലത്ത് തന്നെ അങ്ങനെ ആ ഒരു പൊളിറ്റിക്സ് കാണാൻ കഴിഞ്ഞ വലിയ മനുഷ്യരാണ്. പക്ഷെ അവരെയൊക്കെ എന്താക്കി, തീവ്രവാദിയാക്കി, വിദ്വേഷം അല്ലേ, വളരെ എത്ര കൊല്ലം ജയിലിലടച്ചു. അപ്പൊ അത്തരമൊരു സമൂഹമാണ് കേരളം. എന്തുകൊണ്ടാണ് കേരളം ഇത്രയധികം ഇസ്ലാമോഫോബിക് ആയി മാറിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമുക്കറിയാം ഇപ്പൊ കൈവെട്ട് കേസിനെ പോലത്തെ ഒരു വിഷയം വന്ന സമയത്ത് അത് നമുക്കറിയാം ഇവിടെ ഒരു വളരെ പ്രാദേശികമായിട്ട്, ഞാൻ അതിനെ ന്യായീകരിക്കല്ല, അങ്ങനെ തന്നെ പറയേണ്ടി വരും. അപ്പൊ അതിനെ ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷെ ആ ഒരു വിഷയം മാത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭീകരത സൃഷ്ടിച്ച ഒരു വിഷയം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ആ വാക്കിനെ ശരിക്കും നമ്മൾ പ്രയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്കാണ് ഭീകരത എന്നുള്ള. പക്ഷെ കേരളത്തിലെ ഏറ്റവും നടന്നിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു വിഷയം അത് മാത്രമാണ് എന്നുള്ള നിലയിലേക്ക് ചുരുക്കിപ്പോയ ഒരുപാട് പേരുണ്ട്.
അതിനേക്കാൾ എത്രയോ ക്രൂരമായിട്ടുള്ള എത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ കേരളത്തില് പിന്നെ ഇസ്ലാമിനെ സ്വീകരിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുള്ള നിരവധി മനുഷ്യരുണ്ട്. ഇസ്ലാം മതം സ്വീകരിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ടിട്ടുള്ള നിരവധി പേരുണ്ട്. ഞാൻ അവരുടെ മുഴുവൻ പേരുകൾ പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല് കേരളം അങ്ങേയറ്റം ഇസ്ലാമോഫോബിക് ആയി മാറിയിട്ടുണ്ട്. അതിന് പിന്നെ ഇവിടുത്തെ വേണ്ട രീതിയിൽ ശരിക്കും പറഞ്ഞാൽ ഇടതുപക്ഷ പ്രവർത്തകരെ പോലുള്ളവരുടെ ഉള്ളില്, അതുപോലെ യുക്തിവാദികളെ പോലുള്ളവരുടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സാമൂഹ്യ പരിഷ്കരണ രംഗത്തേക്ക് പോവേണ്ടതിന് പകരം സമൂഹത്തെ തിരിച്ചു നടത്തുന്ന പ്രക്രിയയിലേക്ക് അവരൊക്കെ മാറി എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഇസ്ലാമോഫോബിയ പോലുള്ള ഒരു കാര്യങ്ങൾ ഒരു നിർത്തലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത് നമ്മൾ ഭരണഘടന മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടനയില് ഏത് മതവിശ്വാസിക്കും സ്വതന്ത്രമായി ജീവിക്കാനും അതുപോലെ അവരുടെ സ്വതന്ത്രമായിട്ട് എന്തും ചെയ്യുന്നതിനുള്ള മറ്റാൾക്ക് ഉപദ്രവമാവാത്ത രീതിയിൽ എന്തും ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മതവിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നതിനും മതവിശ്വാസി അല്ലാതെ, ഇപ്പൊ ഞാനൊരു മതവിശ്വാസി അല്ല, ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ മുകളിൽ ജീവിച്ചു പോകുന്ന ഒരാളല്ല. ഞാൻ വളരെ സ്വതന്ത്രമായിട്ട് ജീവിച്ചു ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്ന നമ്മുടെ തൊട്ട് അയൽ വീട്ടിലുള്ള ഒരു മുസൽമാന് അല്ലെ ഒരു മുസ്ലിം കുടുംബത്തിന് അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചു പോകാനുള്ള ഒരു ഇതുണ്ട്. അതുപോലെ ഒരു ഹിന്ദു ഫാമിലി അല്ലെങ്കിൽ ആരാണെങ്കിലും, ആരോ ആയിക്കോട്ടെ, ഒരു ക്രിസ്ത്യൻ, ആർക്കാണെങ്കിലും ഏത് മതം അനുസരിച്ചും ജീവിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഏത് വിശ്വാസം അനുസരിച്ചിട്ടും അത് മറ്റുള്ളവർക്ക് ഉപദ്രവമാവാത്ത വിധത്തിലാവണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഭരണഘടന പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വേറൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. മതേതരത്വം എന്നുള്ള വാക്ക്, ഈ മതേതരത്വം എന്നുള്ള വാക്ക് പോലും വലിയ തോതില് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മതനിരാസം അല്ല ഈ ഉദ്ദേശിക്കുന്നത്. മതവിശ്വാസം ഉള്ളവർ അവർ സഹവർത്തിത്വത്തോടെ, ശരിക്കും പറഞ്ഞാൽ മതസാഹോദര്യം എന്നുള്ള വാക്കിന് നമ്മള് ശ്രീനാരായണ ഗുരു മുന്നോട്ട് വെച്ചിട്ടുള്ള, നമ്മള് മലയാളികളാണ്, നമ്മളെ സംബന്ധിച്ചോളം ശ്രീനാരായണ ഗുരു ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള മതസാഹോദര്യം എന്നുള്ള വാക്കിന് വളരെ പ്രാധാന്യമുണ്ട്. ആ വാക്കാണ് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളവരെ പഠിക്കുക, ഭരണഘടന പഠിക്കുക, അംബേദ്കറെ പോലുള്ളവരെ പഠിക്കുക. അത്തരം കാര്യങ്ങളിൽ കൂടെയാണ് നമുക്ക് മുന്നോട്ട് പോകാനാവുള്ളൂ. ആ രീതിയിലുള്ള വിദ്യാഭ്യാസ കാര്യങ്ങൾ, അതുപോലെ സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് നിൽക്കുന്നവർ, അത് രാഷ്ട്രീയക്കാരായാലും പൊതുപ്രവർത്തകരായാലും ഒക്കെ ഇത്തരം ഈ ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള മനുഷ്യർ മുന്നോട്ട് വെച്ചിട്ടുള്ള മതസാഹോദര്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഊന്നൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ നിയമപരമായിട്ട് കർശനമായിട്ട് നേരിടാൻ തയ്യാറാവുക, നിയമങ്ങൾ കൊണ്ടുവരിക. ഇവിടെ സ്വാതന്ത്ര്യം എന്നത് വളരെ പ്രധാനമാണ്. മനുഷ്യന്റെ സ്വാതന്ത്ര്യം വളരെ പ്രധാനമാണല്ലോ. നമ്മള് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. ഇവിടെ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ അവകാശമില്ല. അപ്പോ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതോട് കൂടിയിട്ട് 90 ലക്ഷത്തിന്റെ അടുത്ത് മനുഷ്യരുടെ പിന്നെ എന്താ പറയണ്ട പൗരത്വം, അല്ലെ, പൗരത്വം നിഷേധിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോവാണ്. ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതോട് കൂടി ഇത്രയധികം മനുഷ്യർക്ക് എങ്ങനെയാണ് പൗരത്വ നിരാസം സാധ്യമാവുന്നത്? അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ വിചാരിക്കുന്നത് അവിടെ എവിടേക്കോ നടക്കുന്ന കാര്യങ്ങളാണ് എന്നാണ്. അല്ല, നമ്മുടെ തൊട്ട് പഞ്ചായത്തിലൊന്ന് അന്വേഷിച്ച് നോക്കിയപ്പോ പലരും ഈ കഴിഞ്ഞ നിയമസഭയുടെ വോട്ടിന്റെ സമയത്ത് അവരുടെ പലർക്കും വോട്ടില്ല. അപ്പൊ ഈ വോട്ടർ പട്ടികയിൽ പേര് വരാത്തവര് സ്വാഭാവികമായിട്ടും അവരുടെയൊക്കെ പൗരത്വം പോലും നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയ കാര്യമാണ് പൗരത്വം എന്നുള്ളത്. ആ പൗരത്വം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അതുപോലും നിഷേധിക്കപ്പെടുന്ന നിലയിലേക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരുടെ പലരും പോയിട്ടുണ്ടാവും. അന്വേഷിച്ചാൽ മനസ്സിലാവും നമ്മുടെ വാർഡിൽ എത്ര പേർക്ക് വോട്ട് ഇല്ല. അപ്പൊ അവരൊക്കെ പിന്നെ പുറത്താക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മുടെ നിലവിലുള്ള ഭരണകൂടം, ഹിന്ദുത്വ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വാസ്തവത്തില് നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ഈ നമ്മുടെ എന്താ പറയാ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പ്, അതുപോലെ പാർലമെന്റിനകത്ത് പിന്നെ പല നിയമങ്ങളും ജനവിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ സൗകര്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന നിലയിലേക്ക് നമ്മളുടെ ജനാധിപത്യത്തെ, നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ സ്വഭാവത്തെ മാറ്റിമറിക്കുന്ന നിലയിലേക്ക് ഹിന്ദുത്വ ഭരണകൂടം പോകുന്നു എന്നുള്ളതാണ്. ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുള്ള ഡൽഹിയിൽ നടന്നിട്ടുള്ള ഒരു പ്രക്ഷോഭം നമ്മൾ കാണുണ്ടായി. സ്വാഭാവികമായിട്ടും ജനങ്ങൾ പ്രതികരിക്കും എന്നുള്ളത് തന്നെയാണ്. ജനാധിപത്യത്തെ തിരിച്ചു പിടിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്.